ഹേ ഓൾ. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാനിന്ന് ജിമ്മിന് വന്നിട്ടുള്ളത്. ഡ്യൂട്ടിയിൽ മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു. അതേപോലെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായ കാരണം ഒരു 4-5 ഡേയ്സ് ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു. സോ ലാസ്റ്റ് ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നത് ട്രൈസെപ്സിനായിരുന്നു. ട്രൈസ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് കളി ബാക്കിനാണ്. ബട്ട് ദെൻ 4-5 ഡേയ്സ് സ്കിപ്പായ കാരണം ഇനിയിപ്പോൾ നമുക്ക് ചെസ്റ്റിന് തന്നെയാണ് പിന്നെയും കളിക്കാനുള്ളത്. ചെസ്റ്റിൻ്റെ കളികളൊക്കെ ഞാൻ ഒരു പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചതാണ്. സോ എല്ലാ പ്രാവശ്യവും കളിക്കുന്ന കളികൾ തന്നെയാണ് ഇപ്രാവശ്യം ഞാൻ ചെസ്റ്റിന് കളിച്ചിട്ടുള്ളത്. ഇൻക്ലൈൻ, പ്ലെയിൻ ആൻഡ് ഡിക്ലൈൻ. കുറച്ച് ദിവസം ഗ്യാപ്പ് എടുത്ത കാരണം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു കളിക്കാൻ വേണ്ടി. ആൻഡ് ഇന്ന് നമ്മുടെ വീക്ക് ഓഫ് ആയ കാരണം നമ്മൾ ഉച്ച സമയത്താണ് വന്നിട്ടുള്ളത് ജിമ്മിന്. ഉച്ച സമയമാകുമ്പോൾ ആൾക്കാരൊക്കെ നല്ല കുറവാണ്. ഇതേപോലെ വീഡിയോ എടുക്കാനൊക്കെ ഒന്നും കൂടി സൗകര്യമാണ്. എന്നാൽ കളിക്കാനും ഒരു സുഖമാണ് ആൾക്കാർ കുറവാകുമ്പോൾ. സോ ആദ്യം ഡിക്ലൈൻ ബെഞ്ച് പ്രസ്, അത് കഴിഞ്ഞ് സീറ്റ് ലെവൽ ശരിയാക്കിയ ശേഷം പ്ലെയിൻ ബെഞ്ച് പ്രസ്, ഓരോന്നും 3 സെറ്റ് 12 റെപ്സ്. ഓരോ കളി കഴിഞ്ഞാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലും 3 മിനിറ്റ്സ് നമ്മൾ റെസ്റ്റ് എടുക്കണം എന്നാണ്. ചില സമയത്ത് അധിക സമയത്തും 3 മിനിറ്റ്സ് റെസ്റ്റ് കൊടുക്കാറൊന്നുമില്ല. സാധാരണ ഞാൻ ചെയ്യുന്ന രീതി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വാമപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഏതെങ്കിലും ഒരു മസിലിന് 4 വർക്കൗട്ട്സ് കളിക്കും. അത് കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ട് ഞാൻ കളിക്കുന്ന കുറച്ച് വർക്കൗട്ട്സ് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, അത് ചെയ്യും. പിന്നെ സമയമുണ്ടെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ്സോളം ഒരു സൈക്ലിങ്ങും കൂടി ചെയ്യലാണ്. ബട്ട് ഇന്ന് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൈക്ലിങ്ങും ചെയ്തിട്ടില്ല, എന്നും ചെയ്യുന്ന വർക്കൗട്ട് അതും ചെയ്തിട്ടുണ്ടായിട്ടില്ല മടി കാരണം. ജസ്റ്റ് ചെസ്റ്റിന് മാത്രം കുറച്ച് 4-5 വർക്കൗട്ട്സ് കളിച്ച് നിർത്തി. നാളെ മുതൽ റെഡിയാക്കണം ഇൻഷാ അല്ലാഹ്. സോ ഇന്നത്തെ കളി കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഡിമാർട്ടിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ സീ യു, ബൈ.